സമയത്ത് ഈ കാത്തിരിപ്പിൽ താങ്കൾക്ക് മുന്നോട്ടുണ്ടായിരുന്നൊരു ഒരു സ്ട്രെങ്ത് എന്തായിരുന്നു? എനിക്ക് എന്നിൽ അപാര ഹോപ്പാണ്. ഞാൻ എപ്പോഴും ഈ ഡ്രസ്സിൽ അങ്ങനെ കുറച്ച് കോൺഷ്യസ്, നമുക്ക് അങ്ങനെ ഒരു കംഫർട്ട് അല്ലെങ്കിൽ കുറച്ച് കോൺഷ്യസ് ആവാറുണ്ട്. ഈ ഓൺലൈൻ മീഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ ക്യാപ്ചർ ചെയ്യാവോ അതെല്ലാം അവർ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും. ഇവന്റിന് പോകുമ്പോൾ താങ്കളുടെ തയ്യാറെടുപ്പ് എന്തൊക്കെയാ? ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, പ്രത്യേകിച്ചും ഈ പബ്ലിക് ഫംഗ്ഷൻ നമ്മൾ പോകുമ്പോൾ. എനിക്ക് ആ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഭയങ്കര ബഹളമായിരുന്നു, ഭയങ്കര സെൽഫി ശല്യമായിരുന്നു ഒക്കെ പറയുന്നവരോട് അങ്ങനത്തെ ഒരു വിചാരമൊന്നുമില്ല. ഇല്ല, ഞാനത് എത്ര നേരം വേണമെങ്കിലും നിന്ന് സെൽഫിയൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ പോകാറുള്ളൂ. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയാൽ ചിലപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശം എക്സ്പീരിയൻസ് വരുമോ? ഐ ഹാവ് നോ ഐഡിയ. അങ്ങനെ ഒരു എന്താ പറയാ മധുരവും പരിമളവും പേരിലുള്ള ഹണി റോസ്, വെൽക്കം ടു FTQ വിത്തിലേക്ക്. എത്ര കാലമായി നമ്മൾ കാണണം എന്ന് വിചാരിച്ചിട്ടും സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടും. ശരിക്കും ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ചേച്ചി. കണ്ടിട്ടുണ്ട്, ഒരു തവണ എവിടെയോ നമ്മൾ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് അതിന്റെ ഓർമ്മയില്ല. എന്നാലും ചേച്ചിയുടെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഹാൻഡിൽ ചെയ്യുന്ന രീതി. എനിക്ക് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവണം സംസാരിക്കാൻ. അപ്പൊ ഐ എം സോ ഹാപ്പി ദാറ്റ് ഇത്രയും കാലത്തിനിടയിൽ ഹണിക്ക് തോന്നിയിരിക്കുന്ന ഒരു ചേഞ്ചസ് എന്തൊക്കെയാ ഈ കരിയറിൽ തോന്നിയിരിക്കുന്ന ഒരു ചേഞ്ചസ്? ലൈക്ക് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരെണ്ണം ചെയ്യാം, പിന്നെ രണ്ടെണ്ണം കഴിഞ്ഞാൽ എനിക്ക് വേണ്ട, ബോറടിക്കും, പോവായിരിക്കും, അങ്ങനെയായിരുന്നു? അല്ലെ എനിക്ക് ഇതിൽ കൂടെ തന്നെ പോയേ പറ്റൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു? സിനിമ ചെയ്യുന്ന സമയത്ത്, സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതൊരു എന്താ പറയാ, അങ്ങ് സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു ഡ്രീം പോലെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് വിനയൻ സാറിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ കരുതി ഇനിയിപ്പോ അങ്ങ് നിറയെ സിനിമയൊക്കെ വന്ന് ഞാൻ വേറെ ലെവൽ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അതൊരു നമ്മുടെ അറിവില്ലായ്മ മാത്രമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടാം. വരുന്ന ആദ്യം ചെയ്യുന്ന മൂവി ഭയങ്കര വിജയമായി മാറുകയും ഭയങ്കര രസമായി അവർ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്ത ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവാം. എന്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് നല്ല എന്താ പറയാ ഒരു കാത്തിരിപ്പിന്റെ സമയം ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ട്രിവാൻഡ്രം ലോഡ്ജാണ് അങ്ങനെ ഒരു ധ്വനി നമ്പ്യാർ. അതെ, അങ്ങനെ ഒരു ശ്രമിച്ചു. പക്ഷെ പിന്നെ ഈ പറഞ്ഞ ഹണി റോസ് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് പേരെന്ന് പറയുന്നത്. ഹണി റോസ് എന്ന് പറഞ്ഞ് ഞാൻ വിളി കേട്ടു, അത്രയും വർഷം വിളി കേട്ടോണ്ടിരുന്നിട്ട് പെട്ടെന്ന് ധ്വനി എന്ന് വിളിക്കുമ്പോൾ നമുക്ക് സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആരെയാണ് വിളിക്കുന്നത്, എന്നെ തന്നെയാണോ എന്നൊരു കൺഫ്യൂഷനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വേണ്ട, അതൊരു വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഈ പേര് വന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടും, ഇത്രയും നാള് രക്ഷപ്പെടും, അതുകൊണ്ട് രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്ത ആൾക്കാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഹണി എന്ന ആ ആക്ടർ, അതല്ലെങ്കിൽ അന്ന് കാലത്ത് സകല പെൺകുട്ടികളും ചിലപ്പോൾ കോളേജിൽ പോകുന്ന പെൺകുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ കള്ളം കഴിഞ്ഞ് പോകുന്ന പെൺപിള്ളേരുണ്ടാവാം, തനിക്കത്ര പ്രായമായിട്ടില്ല പറയാം. പക്ഷെ ആ സമയത്ത് ഈ കാത്തിരിപ്പിൽ താങ്കൾക്ക് മുന്നോട്ടുണ്ടായിരുന്നൊരു ഒരു സ്ട്രെങ്ത് എന്തായിരുന്നു? എനിക്ക് എന്നിൽ അപാര ഹോപ്പാണ്. അത് തന്നെയാണ് സ്ട്രെങ്ത്. കാരണം ഇപ്പം വീട്ടുകാരുടെ വലിയ സപ്പോർട്ട് ഉണ്ട്, അച്ഛനും അമ്മയും. ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒറ്റ കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. പക്ഷെ എന്നാലും ചില പോയിന്റിൽ അവർക്കും, കാരണം നമ്മുടെ സൊസൈറ്റി എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയാ ബാഹ്യ ഇടപെടലുകൾ വരുമ്പോ തോന്നാം വേണോ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഫീൽഡ് നോക്കാം, അല്ലെങ്കിൽ വിവാഹം, അങ്ങനെ ഒരു ഫ്യൂച്ചർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരാം. ഏതാണ് അല്ല, ഞാൻ മൂവിയിലേക്ക് വരുന്നത് 9th പഠിക്കുന്ന സമയത്താണ് ബോയ് ഫ്രണ്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് ലേണിംഗ് അങ്ങനെയൊക്കെ BA കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം അതെ BA കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇവർക്കും എല്ലാവർക്കും ചെറിയൊരു ഡൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ജേണിയിൽ വരാം. കാരണം ഇത്രയും വർഷമായില്ലേ, 10-20 വർഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ കാലയളവാണ്. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസമാണ്, അങ്ങനെയല്ല, എനിക്ക് നല്ല സിനിമ വരും, നല്ല സിനിമയിൽ എനിക്ക് ഭാഗമാകാൻ കഴിയും എന്ന് പറഞ്ഞ് വീണ്ടും നമ്മളിതിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ഈ ഫീൽഡിൽ. ഞാൻ വിടുകയല്ല എന്നുള്ള ഒരു നമ്മുടെ ഒരു വിൽ പവർ ആണ് അത്. അപ്പം ചിലപ്പോൾ സംഭവിക്കാതിരിക്കും. പക്ഷെ എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. അത് കഴിഞ്ഞ ഒത്തിരി നല്ല സിനിമകളുടെ ഭാഗമായി ആക്ടേഴ്സിന്റെ, ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്യാനും പറ്റി. അതെ, മമ്മൂക്ക, സുരേഷ് സാറ്, ജയറാം ചേട്ടൻ, ദിലീപ്, ഒത്തിരി പേരുടെ. ഇപ്പോഴത്തെ ഒരു സാക്ഷാൽ ഹണി റോസ് എന്ന് പറയുന്ന കഥാപാത്രം, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക കേരളത്തിന്റെയും തെലുങ്കിന്റെയും തമിഴ്നാടിന്റെയും സെൻസേഷൻ, ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ വാട്ട് ഈസ് ദാറ്റ് എക്സൈറ്റ്സ് യു എവറി ഡേ? വർക്കിന് മുമ്പ് ഓഫ് കോഴ്സ് നല്ല നല്ല റോളുകളുടെ റേച്ചൽമാരുള്ള റോളുകൾ മുമ്പിൽ വരുന്നു. പക്ഷെ അതല്ലാതെ ഹണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിന്റെ സ്റ്റൈൽ ഇപ്പൊ എങ്ങനെയാണ്?
സെയിം, ഒരു മാറ്റവും ഇല്ല. ആൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് ഹണിയുടെ ഒരു ക്രേസ് ഉണ്ടല്ലോ. നമ്മളത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, പ്രത്യേകിച്ചും ഈ പബ്ലിക് ഫംഗ്ഷൻ നമ്മൾ പോകുമ്പോൾ. എനിക്ക് ആ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ആ ഐറിഷ് മിനിസ്റ്റർ ഒക്കെ ജീവിതത്തിൽ ഇത്രയധികം I mean that was I'm so happy that a woman could do that, you know, and that too ഒരു വേറെ നാട്ടിൽ പോയി ഒരുപാട് അത് that's a brilliant അവർക്ക് നമുക്ക് തരുന്ന ഒരു റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ that was great. പിന്നെ അവിടെയുള്ള ആളുകൾ, നമ്മുടെ മലയാളീസ്, ഈവൻ തെലുങ്ക് ആളുകളുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക, ആ ഒരു സ്നേഹം, ഒരു പബ്ലിക് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ വേറെ ലെവലാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു ഇവന്റിന്റെ ഇപ്പൊ സിനിമ നമുക്കറിയാം ഒരു സെലക്ഷൻ ഓഫ് സ്ക്രിപ്റ്റ് അത്, പക്ഷെ ഒരു ഇവന്റിന് പോകുമ്പോൾ താങ്കളുടെ തയ്യാറെടുപ്പ് എന്തൊക്കെയാ? താങ്കളുടെ ടീമിന്റെ കൂടെയുള്ള പ്രവർത്തനവും പറയണം. ഇപ്പൊ നെയ്ബൽമാരിയുള്ള ആൾക്കാർ കൂടിയുണ്ടെന്ന് എനിക്കറിയാം. സോ ഹൗ ഇസ് ദാറ്റ് ഹെൽപ്സ് യു ഒരു ദിവസത്തെ ഒരു പ്രെപ്പ്, ഒരു പബ്ലിക് അപ്പിയറൻസ്? ഇപ്പൊ നേബൽ ജി പറഞ്ഞ പോലെ അറിയാം, അങ്ങനെ ഒരു ടീം എനിക്കുണ്ട്. നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള, ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതിപ്പം മേക്കപ്പ് ആയാലും ഹെയർ ആയാലും ഡ്രസ് ആയാലും ഒക്കെ അവരുടെ ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ട്. അതിൽ എന്റെ റെഫറൻസും കാര്യങ്ങളും ഒക്കെ ഞാനും കൊടുക്കാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഒരുങ്ങി നമുക്ക് ഭയങ്കര രസമായിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് സെലക്ട് ചെയ്യുക. അതിന് വേണ്ടി അവിടെ പോകുമ്പോൾ, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരിക. അതിന് ഇങ്ങനെ ഒരു ലുക്ക് വേണം. ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ റിസർച്ച് ചെയ്യുക, അല്ലെ എന്ത് സാധനം, ഹെയർ എങ്ങനെ പോവാം, മേക്കപ്പ് എങ്ങനെ പോവാം, അല്ലെ കോസ്റ്റ്യൂം എങ്ങനെ, അതുള്ളപ്പോൾ നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആണ്. നമുക്ക് മൂവീസിലൊന്നും ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല. പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ചെയ്താൽ മതി. അതെ. അപ്പൊ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു ഡ്രസ് ആൻഡ് ഔട്ട്ഫിറ്റ് എന്തായിരുന്നു സാധാരണ? കംഫർട്ട്, എനിക്ക് ഇടുമ്പം കംഫർട്ട് ആണെന്നും ഞാൻ അതിൽ കോൺഫിഡന്റ് ആണ് എന്നും തോന്നുകയാണെങ്കിൽ അതെനിക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫസ്റ്റ് ആയിരിക്കും. എപ്പോഴെങ്കിലും ഈ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വേഷം ഇട്ടിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത വേഷം, ഇഷ്ടപ്പെടാത്ത ഓക്കെ എന്ന് പറഞ്ഞ് ഇടുമ്പോൾ നമ്മുടെ ആ അപ്പിയറൻസിൽ നമുക്ക് സംസാരിക്കുമ്പോഴും അൺകംഫർട്ടബിൾ തോന്നിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ഈ ഡ്രസ്സിൽ അങ്ങനെ കുറച്ച് കോൺഷ്യസ്, നമുക്ക് അങ്ങനെ ഒരു കംഫർട്ട് അല്ലെങ്കിൽ കുറച്ച് കോൺഷ്യസ് ആവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ നമ്മളിത് ഇട്ട് നോക്കി ട്രയൽ എടുത്താലും നമ്മൾ പുറത്ത് പോകുമ്പം അതേ സെയിം നേച്ചറിൽ ഡ്രസ്സ് ഇരിക്കണം എന്നില്ല. അത് അവിടെ ചിലപ്പം പോകും, ഇങ്ങോട്ട് മാറും, അങ്ങോട്ട് മാറും, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം ഈ ഓൺലൈൻ മീഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ ക്യാപ്ചർ ചെയ്യാവോ അതെല്ലാം അവർ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് ചില സമയങ്ങളിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഒരു രീതിയിലാണ് പോവാറ്. ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒരു ഇവന്റ് സെലക്ട് ചെയ്യും, അതിനുള്ള മാനദണ്ഡങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു ചടങ്ങിലേക്ക്, ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കണ്ട ആൾക്കാരെ കാണുമ്പോൾ വാട്ട് പാസസ് ത്രൂ യുവർ മൈൻഡ്? ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതൊരു പ്രത്യേക സന്തോഷമാണ്. അവര് നമ്മളെ കാണാൻ വേണ്ടി അവരുടെ ഏറ്റവും തിരക്കുള്ള സമയത്ത് അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. അല്ലെ, എനിക്കും അവർക്കും ഒരേ തുല്യത മാത്രമേ ഉള്ളൂ, പ്രാധാന്യം ഉള്ളൂ അവിടെ. പക്ഷെ നമ്മളെ കാണാൻ അവർ ആ ഒരു സ്നേഹം കാണിക്കുന്നു, അവിടെ വന്ന് നിൽക്കുന്നു. വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഭീകര വെയിലത്തായിരിക്കും വന്ന് നിൽക്കുന്നത്, അല്ല മഴയാണെങ്കിൽ അത്ര മഴയത്തായിരിക്കും ആളുകൾ നമുക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പൊ അതെന്താ പറയാ, അതൊരു മാജിക്കൽ അവസ്ഥയാണ്. എന്തൊരു ഭയങ്കര ബഹളമായിരുന്നു, ഭയങ്കര സെൽഫി ശല്യമായിരുന്നു ഒക്കെ പറയുന്നവരോട് അങ്ങനത്തെ ഒരു വിചാരമൊന്നുമില്ല. ഇല്ല, ഞാനത് എത്ര നേരം വേണമെങ്കിലും നിന്ന് സെൽഫിയൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ പോകാറുള്ളൂ. അതെപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുകൾ സെൽഫി എടുക്കുന്നതും. ചിലപ്പോൾ അതിന് ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി സ്റ്റോറീസ് ഉണ്ടാവും, ഇങ്ങനെ ഓരോ ആളുകളുടെ കുട്ടി രസകരമായ ഓർമ്മകളോ അല്ലെ അവർ ചെയ്യുന്ന രസകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒത്തിരി ഉണ്ടാവും. എല്ലാ ഇവന്റ് കഴിയുമ്പോഴും നമ്മൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ അയ്യോ അതങ്ങനെ കണ്ടായിരുന്നു ചിരിച്ച് തമാശകൾ പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാവും. മലയാളത്തിന്റെ മഹാനടനായിട്ട് ശ്രീ മോഹൻലാൽ കൂടെ അഭിനയിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് സാറിന്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ നോക്കുമ്പോൾ എന്നൊക്കെ ഞാൻ ആൾക്കാർ പറഞ്ഞു, ഒരുപാട് ആക്ടേഴ്സ് പറഞ്ഞു. താങ്കളുടെ അനുഭവം എന്താണ്? ടെൻഷൻ അത് അദ്ദേഹം ഉണ്ടാക്കുന്നതല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതെപ്പോഴും അങ്ങനെ, എല്ലാ ടെൻഷനും നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അദ്ദേഹം ഏറ്റവും നമ്മളെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനെ ഏറ്റവും കംഫർട്ടായിട്ട് നിർത്തിയിട്ട് പെർഫോം ചെയ്യിപ്പിക്കാനാണ് എപ്പോഴും നോക്കാറുള്ളത്. പക്ഷെ ഇത്രയും വലിയൊരു ലെജൻഡ് ആണല്ലോ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ തെറ്റിച്ചാൽ പിന്നെ അദ്ദേഹം വീണ്ടും റീടേക്ക് എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ തലയിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അദ്ദേഹം ഇപ്പം എനിക്കൊന്ന് കൂടുതൽ കോമ്പിനേഷൻ ഞാൻ
2-3 മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കോമ്പിനേഷൻ കിട്ടിയേക്കുന്നത് ഈ മോൺസ്റ്ററിലാണ്. 4 പേജുള്ള സ്ക്രിപ്റ്റ് ഒക്കെ വന്നാൽ പോലും ഡയലോഗ്സ് അദ്ദേഹത്തിനായിരിക്കും. നമുക്ക് മൂളുന്നത് അവിടെ ഇവിടെയൊക്കെ മൂളുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അതങ്ങ് ഇങ്ങനെയൊക്കെ വായിച്ചു നോക്കിയിട്ട് റെഡിയാണ്, ടേക്ക് പോവാൻ അദ്ദേഹം റെഡിയാവും. അപ്പൊ നമ്മൾക്ക് ടെൻഷൻ ഈ സാധനം തെറ്റിക്കുക എന്നുള്ള ടെൻഷൻ ആയിരിക്കും. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രയും വലിയൊരു ആക്ടറോടൊപ്പം വർക്ക് ചെയ്യുമ്പം എന്തൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കണ്ടു പഠിക്കാമെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ അതൊരു ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു ടാലന്റ് ആണ്. നമുക്ക് മനസ്സിലാക്കാം, നോക്കി കാണാം എങ്ങനെയാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നതെന്നല്ലാതെ അതിന് പഠിച്ചെടുക്കുക എന്നുള്ളത് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അതിങ്ങനെ എന്താ പറയാ അതൊരു മഹാസാഗരമാണല്ലോ, നമുക്ക് എങ്ങനെ തീർച്ചയായിട്ടും. ഒരു എന്താ പറയാ താങ്കളുടെ പേഴ്സണൽ സ്റ്റൈൽസ് ഞാൻ എപ്പോഴും കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ പോർട്ടൽസ് താങ്കളുടെ കുറെ വരും പബ്ലിക് അപ്പിയറൻസ്. ഇപ്പോൾ ഹണി റോസ് ഡാസിൽസ് ഇൻ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, അതിപ്പോഴത്തെ ഹണി ഏഞ്ചൽ റോസ് എന്ന് വിളിച്ച വന്നു. സോ അങ്ങനെയുള്ള താങ്കളുടെ പേഴ്സണൽ സ്റ്റൈൽ 3 വാക്കിൽ പറയണമെങ്കിൽ അതെങ്ങനെയായിരിക്കും? കംഫർട്ട് ആയിരിക്കും എന്റെ മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കംഫർട്ടിലായിരിക്കും. പിന്നെ ആ ഒരു പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു അറ്റയർ സെലക്ട് ചെയ്യാൻ എപ്പോഴും നോക്കാറുണ്ട്. പിന്നെ എന്താണ് 2 വാക്ക് സ്റ്റൈൽ ഐക്കോൺസ് ആരാണ് താങ്കളുടെ ലൈഫിൽ? അങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് ഫോളോ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാവരെയും നോക്കാറുണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട്. എന്താണ് ഒബ്സർവ് ചെയ്യുക സാധാരണ? ഡ്രസ്സിംഗ് ഓർ ഹെയർ ഓർ വാട്ട് കംസ്? അവരെങ്ങനെയാണ് അവരെ പ്രസന്റ് ചെയ്യുക എന്നുള്ള ഒരു സാധനം ഞാൻ നോക്കാറുണ്ട്. നമ്മൾ ഹെയർ എല്ലാത്തിനും അപ്പുറത്തേക്ക് നമ്മളൊരു ഔട്ട്ഫിറ്റ് ഇടുക, അല്ലെ അതിനെല്ലാം മേക്കപ്പ്, ഹെയർ ഇതെല്ലാം വന്നു കഴിഞ്ഞാലും നമ്മൾ എത്ര കോൺഫിഡന്റ് ആയിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനത്തിൽ ഇരിക്കും ഇതിന്റെ എല്ലാം ഭംഗി. ഇതെല്ലാം നല്ല രസമായിട്ട് നമ്മൾ ഒരുങ്ങിയാലും നമുക്കതിലൊരു നമ്മളെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ അതിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരു സൗന്ദര്യം ഉണ്ടാവത്തില്ല. അപ്പൊ അതൊരു മെയിൻ കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് പക്ഷെ സിനിമയിലാകുമ്പോൾ അതിന്റെ ആവശ്യമില്ല, യു ഹാവ് ടു ക്യാരി ഔട്ട് എ ക്യാരക്ടർ. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഡ്രസ്സിംഗ് ഒരു മാൽ ഫംഗ്ഷൻ ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും മാൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിപ്പോ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂം അവിടെ ചിലപ്പോൾ കീറിപ്പോയിട്ടുണ്ടാവും ഒരു സൈഡ്. ഇതെല്ലാം നമ്മൾ പറയില്ല, ഈ ഫംഗ്ഷന് വേണ്ടിയായിരിക്കും നമ്മൾ ഓരോ കോസ്റ്റ്യൂംസ് കയറാൻ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ കയറാൻ പറ്റാത്ത രീതിയിൽ ടൈറ്റ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇതെല്ലാം നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ചെന്ന് കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേ? അത് ചിലപ്പം വളരെ സോഫ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. എല്ലാത്തിനും പ്രശ്നം വരില്ല, പക്ഷെ ചില സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ അതിലും നമുക്കൊരിക്കലും മുഖത്ത് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതും ആളുകൾ കാണുമ്പോ എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യണം. അത് ടെൻഷൻ അറിയത്തുള്ളൂ, പക്ഷെ അതൊക്കെ ചെയ്യാറുണ്ട്. ഈ സ്റ്റൈൽ ഇവോൾവ് ആയിട്ടുണ്ട് ഇത്രയും കാലത്തോട്ട്. ഇപ്പൊ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഇത്ര നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര സ്റ്റൈൽ കാണും, നമ്മൾ ആ കാലത്ത് അത്രയും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോ ഓവർ ദ ഇയേഴ്സ് ഹണി റോസ് എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ സ്റ്റൈൽ അതെന്താണ് ശരിക്കും പറഞ്ഞാൽ? ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടോ? നമ്മള് ഏറ്റവും രസമായിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തിന്റെ ഒരു മാറ്റം എന്നിലുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. ഒരു 15 വയസ്സിൽ തുടങ്ങിയിട്ട് ഇത്രയും ഒരു വർഷത്തിന്റെ ഒരു ഭീകര മാറ്റം ഉണ്ട്. ഏറ്റവും ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് അപ്പിയറൻസിൽ ഇട്ട ഒരു ഡ്രസ് ഇപ്പോഴും മനസ്സിലുള്ളത് ഏതാ? ദാറ്റ് യു ലവ്ഡ് മോസ്റ്റ്? ഞാൻ കാരണം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ പ്രോഗ്രാംസ് ചെയ്ത സമയങ്ങളും ഉണ്ട്. അപ്പൊ ഈ സിനിമ ബോയ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് തുടങ്ങിയ ഇനോഗ്രൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ ബോയ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഇത്രയും വർഷത്തിന്റെ ഒരു കണക്കുണ്ട് അതിന് പറയാൻ. ഈശ്വര, ഞാൻ ആ ചോദ്യം എടുത്തു, തിരിച്ചു മാറ്റിയെടുത്തു. താങ്കൾക്ക് സ്വയം കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ ഏതാ? എന്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. പക്ഷെ റെഡും അതേപോലെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഇടാത്ത കളറുകളില്ല. ഞാനിപ്പോ ഒരു ഔട്ട്ഫിറ്റ് നോക്കാൻ പോകും, ഇനി എന്ത് കളർ എടുക്കും, അതോ മറ്റേതിന് ഇട്ടിട്ടുണ്ട് അല്ലെ ഇതിനിട്ടിട്ടുണ്ട്, അങ്ങനെ മെറൂൺസ് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കുറെ കളേഴ്സ്, വൈൻ റെഡ്, ഇതൊക്കെ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫ്രണ്ട്ഷിപ്സ് ഇൻ ലൈഫ്. ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കുറവുള്ള ആളും ഞാൻ തന്നെയാണ്. വളരെ കുറവാണ് ജനനം. അതെ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒട്ടും ഫ്രണ്ട്സ് ഇല്ലാത്തത്? അങ്ങനെ അതിലുള്ളവർക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം എന്നാണോ? അധികം ഫ്രണ്ട്സ് ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കേട്ടേക്കണത് എന്താ പറയാ ജെമിനായി ആണ്. പക്ഷെ ഐ ഡോണ്ട് നോ, ചിലപ്പോ അടിക്കരുതേ, സോറി. പക്ഷെ ഐ ഹാവ് നോ ഐഡിയ. സോ ഒരു പ്രശ്നം, അതൊരു ബേസിക് ഒരു നേച്ചറിന്റെ ആണെന്ന് തോന്നുന്നു. ഒത്തിരി ഫ്രണ്ട്ഷിപ്പ്
ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ചിലപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശം എക്സ്പീരിയൻസ് വരുമോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾക്കതൊരു ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെയുള്ള ഒരു സ്വയം നമ്മളെ എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ഒരു 4 ഫ്രണ്ട് ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല. ആദ്യമായിട്ട് ഒരാൾ എന്നോട് പറയണേ എനിക്ക് ഫ്രണ്ട്സുകൾ വളരെ കുറവാണ്. എന്നാൽ ഞാൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പക്ഷെ എന്റെ എല്ലാ കാര്യങ്ങളും പറയുന്ന അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ പേര് അങ്ങനെ പറയാനുള്ളൂ. പിന്നെ അച്ഛനും അമ്മയും ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിട്ട് സാധാരണ ഒറ്റ കുട്ടികൾക്ക് ഇഷ്ടമായി ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ അതിൽ ഞാൻ ഭയങ്കര പരാജയമാണ്. ഓക്കെ, വിശ്വാസം, ട്രസ്റ്റ്, അത് ഇതെല്ലാം കണക്റ്റഡാ, ഇന്റർ കണക്റ്റഡാ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം. ഓക്കെ, അതും നല്ല പരാജയമാണ്. സോ ഒരാളെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ഹണിക്ക് എത്ര സമയം വേണ്ടി വരും? വർഷങ്ങൾ വേണ്ടി വരും. ഈശ്വര, അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഇപ്പോഴും ഞാൻ ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ലൈഫ്, അവരുടെ സ്റ്റോറി, അവിടെ ഫുൾ കഥ പറയും. അപ്പൊ ഞാനിങ്ങനെ ആശ്വസിപ്പിക്കുക, അല്ലെ ഓക്കെ, അല്ല എന്താന്ന് വെച്ചാൽ അതിന് കമന്റ് പറയുന്നല്ലാതെ ഞാൻ അങ്ങനെ ഒരു കാര്യം എന്റെ ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അതെ, ചിന്തിക്കാൻ പറ്റില്ല. എന്റെ എല്ലാ സങ്കട കുപ്പിയും അല്ലേ, അത് വളരെ സിമ്പിൾ ആയിട്ട് അവരതൊക്കെ ചെയ്ത് പോകുന്നത് കാണാം. എനിക്ക് ഭയങ്കര അതിശയാണ് എങ്ങനെ പാക്കേജ് ആവില്ലല്ലോ. അത് കുഴപ്പമില്ല. പിന്നെ ഉള്ളത് പരാജയങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് അതിന്റെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് അതിലൊന്നും ഹാൻഡിൽ ചെയ്ത് മുമ്പോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. നമുക്കല്ലാതെ അതും വിചാരിച്ച് അതിങ്ങനെ ഒരു പറഞ്ഞ വലിയൊരു ബാഗേജ് ചുമക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അപ്പൊ പരാജയം വന്നാൽ ഡെഫിനറ്റ്ലി ഒരു വിജയം ഉണ്ടാവണമല്ലോ. അതെ, ഇത് നേരത്തെ പറഞ്ഞ ട്രസ്റ്റും അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെയും കൂടെ തന്നെ വരുന്നതാണ് ഒരു വിരഹം, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളെ വിട്ടുപോകുന്ന ആൾക്കാർ. ഇറ്റ് കുഡ് ബി എനിബഡി. ഞാൻ അതിൽ ബ്രേക്കപ്പ് അങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ഒരു ലൈഫിലൊരു അങ്ങനത്തെ ഒരു മിസ്സിങ് ഉണ്ടാവുമ്പോൾ ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് ആളുകളെ ഞാനുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഉള്ള ആളുകൾ അവിടെ തന്നെ ഉണ്ട്, അവര് വിട്ടുപോയിട്ടൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നു അത് നമ്മളൊരു ഭയങ്കര ഒരു സ്നേഹം, ഒരു കണക്ഷൻ തന്നെയാണ് അങ്ങനെയുള്ള ആളുകളുമായിട്ട്. അവരെനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് ഇതുവരെയും അങ്ങനെയുള്ള മനുഷ്യർ എൻ്റെ കൂടെ ഇതുവരെയും ഉണ്ടായിട്ടുണ്ട്. അവര് പോയിട്ടുള്ള അവസ്ഥകളൊന്നും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര വിരഹം ഇല്ല. ഭയം ഭയം ഈ അടുത്ത കാലത്ത് ഭയം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ഫിസിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ പേരിൽ വരുന്നതായിരിക്കാം. ഈ പറഞ്ഞ പോലെ കുറച്ച് ഹെൽത്ത്, ഈ കണ്ടിന്യൂസ് പ്രോഗ്രാമും അതും ഇതൊക്കെ ചെയ്ത സമയത്ത് കുറച്ച് ഈ അസിഡിറ്റി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഓവർ സ്ട്രെസ് കൊണ്ട് വരുന്നതായിരിക്കാം എന്ന് പറയും. നമുക്ക് കുറച്ച് ടെൻഷൻ, വെറുതെ ഒരു കാര്യമില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ വരിക. നമുക്ക് അതിനൊരു കുറെ റീസൺ ഒന്നും നമുക്ക് പറയാനില്ല, എന്തൊക്കെയോ ഒരു ടെൻഷൻ നമുക്ക് തോന്നും. അതെല്ലാം ഈ ഫിസിക്കൽ പ്രോബ്ലംസിന്റെ പേരിൽ വരുന്നതാണ്. അതല്ലാതെ ഞാൻ അങ്ങനെ ഒരു വലിയ ടെൻഷൻ പാർട്ടിയല്ല. ഞാൻ എപ്പോഴും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാതെ, ആരുടെ അടുത്തും ആരുടെ അനാവശ്യമായ ഒരു കാര്യങ്ങളിലും ഇൻവോൾവ് ആവാതെ ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ. സക്സസ് ഒത്തിരി ഉണ്ടായിട്ടുള്ള വ്യക്തിയൊന്നും അല്ല. എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു റോളർ കോസ്റ്റർ എന്നുള്ള ഒരു ലൈനിലാണ് ലൈഫ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ചിലതുണ്ടായിട്ടുണ്ട്, അതിൽ ഒത്തിരി സന്തോഷം. ഇപ്പോഴും ആളുകൾ നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇഷ്ടപ്പെടുകയും അവരുടെ ഒരു സ്നേഹം കിട്ടുകയും ചെയ്യുന്നത് ഒരു വലിയൊരു അതെ ഒരു സക്സസ് തന്നെയാണ് ആ ഒരു കാര്യം. അപ്പം ഇനി മുമ്പോട്ടും വിജയങ്ങൾ വരുമെന്ന പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം സംഭവിക്കട്ടെ ഇതൊക്കെ. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാറ് താങ്കളുടെ ഈ മേക്കപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. സോ ദാറ്റ് ഐ വിൽ ആസ്ക് യു, ഡ്രസ്സസ് ഓർ പാന്റ്സ്? ഡ്രസ്സസ്. ഓക്കെ, ഹീൽസ് ഓർ ഫ്ലാറ്റ്സ്? ഫ്ലാറ്റ്സ്. പക്ഷെ ഹീൽസ് പ്രോഗ്രാമിന് ഹീൽസ് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും. നോർമൽ ഫ്ലാറ്റ് ആണ്. ബോൾഡ് കളേഴ്സ് ഓർ ന്യൂട്രൽ ടോൺസ്? എല്ലാം ബോൾഡ് അല്ലേ? ബോത്ത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറി ഓർ മിനിമൽ ആക്സസറി? എനിക്ക് ജുവലേഴ്സ് ആക്സസറീസിന്റെ ഭീകര പരാജയമാണ് ആ കാര്യത്തിലും. കാരണം ഒന്നും ഞാൻ സ്വന്തമായിട്ടൊന്നും സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടി എനിക്കില്ല. അപ്പം ഈ കേർട്ടസി എടുക്കായിരിക്കും. അത് ആ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടി മാത്രം. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഓക്കെ, റെഡ് കാർപ്പറ്റ് ഇവന്റ്സ് അല്ലെങ്കിൽ കാഷ്വൽ ഔട്ടിങ്സ്? റെഡ് കാർപ്പറ്റ്. അതെ, അതാണല്ലോ ആൾക്കാർ കാഷ്വൽ ആയിട്ട് നമ്മൾ ആരും നോക്കില്ല. അതെ, കറക്റ്റ്. ലോങ് ഹെയർ ഓർ ഷോർട്ട് ഹെയർ? ബോത്ത്. ലോങ് ആവുമ്പോൾ എനിക്ക് എപ്പോഴേ ഷോർട്ട് ആക്കാൻ തോന്നും. ഷോർട്ട് ആക്കി കഴിയുമ്പോൾ എനിക്ക് ലോങ് വേണം തോന്നും. സ്മോക്കി ഐ ആണോ നാച്ചുറൽ മേക്കപ്പ്? നാച്ചുറൽ. ഞാൻ എന്റെ ഐസിൽ ഞാൻ ഒത്തിരി പണിയാൻ പോകാറില്ല. ഓക്കെ, പിന്നെ ഒരു ദിവസം ഇപ്പൊ ഷൂട്ടിങ്ങും ഇല്ല, പബ്ലിക് ഇവന്റും ഇല്ല, വീട്ടിലിരുന്ന് താങ്കൾ ചെയ്യുന്ന ഒരു 1 day in the life of ഹണി റോസ് വിത്തൗട്ട് എ പബ്ലിക് ഇവന്റ് ഓർ ഷൂട്ടിംഗ്? ഒരു 10 മണി
11 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും കഷ്ടപ്പെട്ട്. പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ കുറച്ച് പൊടിക്കൈ സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പെറുക്കി കഴിച്ച് കുറെ വെള്ളമൊക്കെ, കുറച്ച് നട്ട്സ് അങ്ങനെയൊക്കെയുള്ള ഈ സീഡ്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ എന്റെ റൂമിലായിരിക്കും മെയിൻ. ഒരു ഈവനിങ് വരെയും ആ റൂമിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ മൂവീസ് ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ഒരു ഈവനിങ് ടൈം ആവുമ്പോൾ വർക്ക്ഔട്ടിനായിട്ട് ചെറുതായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ എല്ലാ ദിവസവും ഒന്നുമില്ല, മടിയില്ലാത്ത ദിവസങ്ങളിൽ അതും വളരെ കുറവാണ്. പിന്നെ ഫുഡ് ഭയങ്കര ഫുഡിയാണ് ഞാൻ. അപ്പം കുക്കിംഗ് ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്. എന്റെ ഒരു ഇൻസ്റ്റ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോളോ ചെയ്യുന്നതും ഈ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പേജസ് ഒക്കെ ആയിരിക്കും. അപ്പം കുക്കിംഗ് ഇഷ്ടമാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ അസിഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനവും നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ചുകൂടെ ഹെൽത്തി ഒരു ഓപ്ഷനിലേക്ക് മാറി. പിന്നെ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ഇങ്ങനെ വണ്ണം വെച്ച് നിർത്തി വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ഒരു അടുത്ത കാലത്ത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ കട്ട് ചെയ്തു. അപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുക്കിങ്ങിന്റെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നോക്കും. പിന്നെ ചെടികളുണ്ട്, കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് എനിക്ക്, അത് ഭയങ്കര ഇഷ്ടമാണ്. താങ്കളുടെ ജീവിതം ഫ്രണ്ട്സ് ഒന്നും വേണ്ട, ചെടി മതി. ഇത്രയാണ് എന്റെ ഒരു നോർമൽ ഡേ എന്ന് പറയുന്നത്. ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ അച്ഛനോട് സംസാരിക്കുമോ ഈ കഥയെ പറ്റി? എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് എന്ത് കാര്യവും ലൈഫിൽ. ഒരു സാധനം വാങ്ങിക്കുന്ന പോലും അങ്ങനെയാണ്. അതാണ് പള്ളിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കണല്ലേ അമ്മോട് കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ. പള്ളിയിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് നമുക്ക് ആദ്യം ചോദിക്കേണ്ട കാര്യം. എന്നാലും ഈ നമ്മളൊരു വിശേഷത്തിന് മുമ്പേ ഒരു 10 ആളുടെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രേമലേഖനങ്ങൾ കുറെ പേരുണ്ടാവുമല്ലോ. ഇല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേകതയായിരിക്കും. അങ്ങനെ ഈസി ആയിട്ട് വന്ന് ഇല്ല, അങ്ങനെ അപ്രോച്ചബിൾ അല്ല എന്നുള്ള ഒരു ഫീൽ ആളുകൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതുണ്ട്, ബിക്കോസ് യു ആർ വെരി പ്രൊഫഷണൽ. പണി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത്. പിന്നെ എന്റെ ഒരു ബിഹേവിയറും അങ്ങനെയാണ്. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ രീതിയിലാണ് ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നതും ബിഹേവ് ചെയ്യുന്നതും. അപ്പൊ അവരുടെ അടുത്ത് അവരിങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു ടീസിങ്ങോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഒന്നും വരാറില്ല. സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകൾ വരുമ്പോൾ ബേസ്ഡ് ഓൺ യുവർ ഡ്രസ്സിംഗ് ആണെങ്കിലും അങ്ങനെ ഹൗ ഡു യു ഹാൻഡിൽ ഇത്? വായിക്കോ അതോ വിടോ? ചിലപ്പോ ഞാൻ വായിക്കും, മൂഡിനനുസരിച്ച്. ചിലപ്പം വായിക്കില്ല, വായിച്ചാലും വായിച്ചില്ലെങ്കിലും എഫക്ട് ചെയ്യാറില്ല. അതെന്താ വെച്ചാൽ സ്വന്തമായിട്ട് ഫ്രണ്ട്സ് വളരെ സെലക്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാർക്ക് അതൊരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് പറഞ്ഞതുപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും വന്നാൽ അതെടുത്ത് അന്നേരം തന്നെ ഫോർവേഡ് ചെയ്യാൻ ഒത്തിരി ആളുകളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഫോർവേഡ് ചെയ്യുന്നാണെങ്കിലും എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല അത്. ഇപ്പൊ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് വന്നാൽ അത് എടുത്ത് വായിക്കണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എടുത്ത് വായിക്കാമല്ലോ, വേറെ ഒരാളുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല എനിക്കത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ലൈഫിൽ നിന്നേ അവോയ്ഡ് ചെയ്ത് വിടുന്ന ഒരു വ്യക്തിയാണ്. ചുറ്റുപാടും പോസിറ്റീവ് ആൾക്കാരെ കൊണ്ടു നടക്കുന്നതുകൊണ്ടായിരിക്കണം ആ ഒരു കാര്യം. പിന്നെ അതുമാതിരി നമ്മൾ അറിയാണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് കുറെ നെഗറ്റിവിറ്റികൾ വന്നു കയറും ബിക്കോസ് ഓഫ് ദ പ്ലാറ്റ്ഫോംസ് അറൌണ്ട് യു. അപ്പോൾ അതില് ഹണിക്ക് ഉണ്ടാവുന്ന ഒരു പേഴ്സണൽ എത്ര ദിവസം പിടിക്കും? അതൊരു എനിക്ക് നേരത്തെ നല്ല സമയം എടുക്കുമായിരുന്നു. അത് എന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തില്. അത് നമ്മുടെ ഒരു ഒരു കാലഘട്ടം ഉണ്ടാവും, ഓരോ വയസ്സിനനുസരിച്ചിട്ട് ഇതിനൊക്കെ മാറ്റം വരും എന്ന് തോന്നുന്നു. അപ്പം ചില ഫേസിൽ എനിക്ക് നന്നായിട്ട് അത് അഫക്റ്റഡ് ആയിട്ടുണ്ട് ഞാൻ ആ കാര്യത്തിൽ. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊരു കാര്യമില്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറ്റി പറയുന്നു എന്ന് കരുതി നമ്മളതിൽ വിഷമിക്കാനും സങ്കടപ്പെടാനൊക്കെ പോയി കഴിഞ്ഞാൽ ലൈഫിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ചെടിയൊക്കെ നോക്കണ മാതിരി പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകാൻ സമയം കിട്ടാറുണ്ടോ അതോ താങ്കൾക്ക് ഇഷ്ടമാണോ? എപ്പോഴും ഷോപ്പിംഗ് പോകുമ്പോഴും. അപ്പൊ ഈ പ്രപഞ്ചം സെൽഫി ഒന്നും പ്രശ്നമില്ല. ഞാന് അങ്ങനെ ഒത്തിരി ബഹളമുള്ള സ്ഥലത്ത് പർദ്ദയിടും. അത് വേറൊന്നും കൊണ്ടല്ല, സെൽഫിയോ ആളുകൾ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല. ഈ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് അതിൽ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഓരോന്നും നോക്കി അങ്ങനെയൊക്കെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരാളിൽ കാണുന്ന എസ്പെഷ്യലി ഓപ്പോസിറ്റ് സെക്സിൽ കാണുന്ന ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ? ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് ടോക്കിംഗ് ടു എ മാൻ, ഞാൻ പ്രേമവും കല്യാണം ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, ട്രൈങ് ടു ബി ഫ്രണ്ട്ലി വിത്ത് എ മാൻ, അതെന്തായിരിക്കും മനസ്സിൽ കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി ആ പുരുഷന്റെ? എനിക്ക് ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്ത ഒരാളെ എനിക്ക് ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയാള് ജെനുവിൻ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഒരു സിമ്പിൾ ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജെനുവിൻ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തി. അല്ലാതെ കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ഞാൻ വേറെ എന്തോ ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ എനിക്ക് ഫേക്ക് ഒരു കഥാപാത്രമാണെങ്കിൽ അതാണ് ചുറ്റും. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത് ഫ്രണ്ട്സ് കുറവാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് അപ്രോച്ച് കേട്ടോ സത്യം പറയാ. അപ്പോൾ ഒരു ഒറ്റയ്ക്ക് എപ്പോഴും ആയിപ്പോയിന്നൊരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ ഒറ്റപ്പെട്ടു. അച്ഛനമ്മ അങ്ങനെയല്ല, ചില കാര്യങ്ങൾ വരുമ്പോൾ
ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു, അവരോടൊപ്പം ഔട്ടിങ് പോവാം അല്ലെ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചില സമയങ്ങളിൽ മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയ പ്രായത്തിലൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഇപ്പൊ ചോദിക്കും, ഒരാളല്ലേ ഉള്ളൂ, ഒരു സിബ്ലിങ്സ് ആരെങ്കിലും വേണം എന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതെ, ഇല്ല ഇല്ല ഇല്ല. അതെ, നമ്മൾ ഒറ്റ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അതാണ് എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഇന്റർവ്യൂ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു 2 things that will surprise them, അവരെ അത്ഭുതപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ ഹണി റോസിൽ നിന്ന്. അയ്യോ, അതെന്താണ്? എന്തെങ്കിലും മതി, ഇതുവരെ പറയാത്ത എന്തെങ്കിലും. ഇതുവരെ ഇനി അത് ഉണ്ടാവണം, സംഭവിക്കണം. അത് ഫ്യൂച്ചറിൽ സംഭവിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ഇന്റർവ്യൂ കൂടി നടത്തും. താങ്ക് യു സോ മച്ച്.